നിങ്ങൾ വിചാരിക്കും ഇത് ടൂറ് പോകുന്നതാണ്, പക്ഷെ അല്ല, ഇത് നമ്മളെ നാട്ടിലെ നമ്മളെ ചരു ഗൾഫിലേക്ക് പോക്കാണ്. അപ്പോൾ ചരുവിനെ യാത്രയാക്കാൻ വന്ന ആൾക്കാരാണ്. ചെറുതായിട്ടൊന്ന് പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. പാസ്പോർട്ടിന് ശേഷം എടുക്കാൻ മറന്നുപോയ അടുത്ത സാധനം ചരുവിന്റെ ജാക്കറ്റ്. ബൈ ബൈ. നമസ്കാരം. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പൊ പോവാലേ? ഓക്കെ. നനച്ച വണ്ടി കയറിയ നമ്മ നനച്ചിടത്തൊക്കെ പോകാൻ മുടിയാതെ ക്ഷുദ്ര ജീവി മൂട്ടിക്കാക്ക. ചെറുതായിട്ടൊന്ന് പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയി. എയർപോർട്ടിൽ വന്നേരം തിരക്കിട്ട് വന്നേരം കല്യാണം കഴിഞ്ഞ എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. അത് കഴിഞ്ഞ് രാത്രിയില്ലേ? രാത്രിയില വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. കളഞ്ഞു. കിഷൻകുട്ടി വരച്ചത് പറ്റതല്ലേ? വാലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കുറ്റിട്ടിട്ട് പാന്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട. പാന്റ് മുഴുവൻ അഴിച്ചോ? മുഴുവൻ അഴിച്ചോ? പാന്റ് കഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ പോയി മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങും. നാട്ടിലെ പിള്ളേര് വരുന്നുണ്ട് പാസ്പോർട്ട് എടുത്തിട്ട്. അപ്പൊ അവരെ കാത്തു നിൽക്കുന്നതാണ്. അങ്ങനെ പാസ്പോർട്ട് കൊണ്ട് ടീം വന്നിട്ടുണ്ട് ഗൈസ്. ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി കാണും. ഓൺലൈനെ കൊണ്ട് പോകാം. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. തല വെച്ചോ ഉണ്ണികൃഷ്ണ? പിടിച്ചോ?
കുടിച്ചോ ബാഗിൽ തന്നെ സ്കൂളിന്റെ പകർപ്പേ രണ്ട് വാക്കുകൾ എന്താ പറയാ ടാറ്റ പറയാൻ പറ്റും. പാസ്പോർട്ടിന് ശേഷം എടുക്കാൻ മറന്നുപോയ അടുത്ത സാധനം ചരുവിൻ്റെ ജാക്കറ്റ്. ഗൈസ് അശ്വന്തേട്ടൻ വരുന്നുണ്ട്. CRPF സല്യൂട്ട് വെക്കും. അശ്വന്തേട്ടൻ എടുക്കുകയാണ്. എന്താ CRPFനോട് അശ്വന്ത് പറയുന്നു, ഞാനാണ് അശ്വന്ത്, ഞാൻ മെയിനാണ്, എൻ്റെ കരിയിലെ സീനാണ്. അശ്വന്ത് നടന്നു പോകുന്നു. വെൽ ഡൺ അശ്വന്ത്. വേണ്ട കല്യാണത്തിന് കടബാധ്യത കൂടും, അത് തീർക്കാൻ അനിയൻ പോയത്. അപ്പോൾ ചരുവിനെ യാത്രയാക്കി നമ്മൾ പോവുകയാണ്. 10-32 ആളുണ്ട്. പോവുകയാണ് ഗൈസ്. ബൈ ടാറ്റ. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്.